السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد. സ്നേഹജനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന, ഞാനും നിങ്ങളുമൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ദുനിയാവിൽ തന്നെ എല്ലാ മനുഷ്യരും, അത് ജാതി മത ഭേദമന്യേ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും ദുനിയാവിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആഖിറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ദുനിയാവിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദുനിയാവിൽ ആഫിയത്തുള്ളൊരു ജീവിതം വേണം, സുഖമുള്ളൊരു ജീവിതം വേണം. അതെങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക? ദുനിയാവിൽ തന്നെ സുഖവും സമാധാനവും ഉള്ളൊരു ജീവിതം ഒക്കെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റുക? യഥാർത്ഥത്തിൽ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ നേടിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ശ്രമിക്കുന്ന, ആഗ്രഹിക്കുന്ന സുന്ദരവും സമാധാനപൂർണവും പ്രയാസങ്ങളില്ലാത്തതുമായിട്ടുള്ള ജീവിതം ആത്യന്തികമായി മുസ്ലിങ്ങൾക്ക് സാധ്യമാവുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സുഖവും സമാധാനവും ലഭിക്കുക എന്നതൊരിക്കലും ഭൗതികമായ രീതിയിലല്ല, അത് മാനസികാവസ്ഥയാണ്. മനസ്സിലാണ്. ദുനിയാവിൽ നമുക്ക് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ അത് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ മനസ്സിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ആഷിഖ് ഹിക്കം ഇവിടെ ക്ലാസ് എടുത്ത വിഷയം അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൻ്റെ ചില കാരണങ്ങൾ, നമുക്ക് സന്തോഷവും ആഹ്ലാദവും ഒക്കെ നേടിയെടുക്കാൻ പറ്റുക എങ്ങനെയാണ്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാബിലുസ് സയ്യിബ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയാണ്, വൽ ഇഖ്ബാലു അലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് മുന്നിടുക, വൽ ഇനാബതു ഇലൈഹി, അവനിലേക്ക് മടങ്ങുക, വറിദാ ബിഹി വഅൻഹു, അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ദീനിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചും ഖളാ ഖദറിനെ സംബന്ധിച്ചും ഒക്കെ തൃപ്തി ഉണ്ടാവുക, വംതിലാഉൽ ഖൽബി മിൻ മഹബ്ബതിഹി വല്ലഹ്ജി ബിദിക്രിഹി, മനസ്സിൽ റബ്ബിനോടുള്ള സ്നേഹവും അല്ലാഹുവിന്റെ സ്മരണ നാവിൽ സദാ ഉണ്ടാവുകയും ചെയ്യുക, അങ്ങനെ മനസ്സ് നിറയുക, വൽ ഫറഹു വസ്സുറൂറു ബിമഅരിഫതിഹി സവാബുൻ ആജിൽ, അതുപോലെ തന്നെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ റബ്ബിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടുള്ള സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഇതെന്താണ്? സവാബുൻ ആജിൽ, ഇത് പെട്ടെന്ന് കിട്ടുന്ന, ദുനിയാവിൽ വെച്ച് തന്നെ വിശ്വാസിക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. വജന്നത്തുൻ വഐശുൻ ലാ നിസ്ബത ലിഐശിൽ മുലൂകി ഇലൈഹിൽ ബത്ത, രാജാക്കന്മാർക്ക് പോലും ലഭിക്കാത്ത അവരുടെ സുഖജീവിതത്തിന് പോലും ഈ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ സാധിക്കുകയില്ല. എപ്പോ? അള്ളാഹുവിനെ കുറിച്ച് അറിയാനും റബ്ബിലേക്ക് അടുക്കുമ്പോഴും റബ്ബിലുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുമ്പോഴും മനസ്സിന് കിട്ടുന്ന സന്തോഷവും ആഹ്ലാദവും. അദ്ദേഹത്തിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിന്റെ ജവാബുൽ കാഫി എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ജനങ്ങള്, ബുദ്ധിയുള്ള മനുഷ്യർ എല്ലാവരും പണിയെടുക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ടെൻഷനും ബുദ്ധിമുട്ടും നീങ്ങണം മനസ്സിൽ നിന്ന്, അതിനുവേണ്ടിയാണ് എല്ലാവരും പണിയെടുക്കുന്നത്. മനസ്സിൽ നല്ല സന്തോഷവും ആഹ്ലാദവും നേടിയെടുക്കണം, അതിനുവേണ്ടിയാണ് എല്ലാവരും പ്രയത്നിക്കുന്നത്. ഞാൻ ലോകത്തുള്ള ജനങ്ങളൊക്കെ അതിനുവേണ്ടി എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതൊക്കെ ഇതിനു വേണ്ടിയാണ്. എല്ലാ മനുഷ്യന്മാരും പണിയെടുക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പലരും പല മാർഗം അതിന് സ്വീകരിക്കാം. അദ്ദേഹം പറയുന്നത്, ചില ആളുകൾ
തീറ്റയും കുടിയുമാണ് ആ സന്തോഷം കണ്ടെത്തുന്ന മാർഗം. വെറൈറ്റി കുറെ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യുക, പൈസ കിട്ടുമ്പോഴൊക്കെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, അങ്ങനെയാണ് ചിലര് സന്തോഷം തേടുന്നത്. വേറെ ചില ആളുകൾ കച്ചവടവും ബിസിനസ്സും പണമുണ്ടാക്കലും അതിലാണ് ആസ്വാദനം കണ്ടെത്തുന്നത്. വേറെ ചില ആളുകൾ പിന്നെ ലൈംഗികതയിലാണ് ഈ ആസ്വാദനം കണ്ടെത്തുന്നത്. വേറെ ചില ആളുകൾ മ്യൂസിക്കിലാണ് ഈ ആസ്വാദനം കണ്ടെത്തുന്നത്. വേറെ കുറെ ആളുകൾ കുറെ വിനോദങ്ങളിലും എന്റർടൈൻമെന്റുകളിലും കളികളിലും ഒക്കെയാണ് ഈ ആസ്വാദനം കണ്ടെത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പക്ഷെ ഇങ്ങനെയുള്ള ഏതൊക്കെ വഴികൾ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണെങ്കിലും അതൊന്നും ആ നിത്യമായ ആത്യന്തികമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും എത്തിക്കുകയില്ല. എന്ന് മാത്രല്ല, ഈ പറഞ്ഞതിൽ മിക്കതും അതിന്റെ നേർ വിപരീതം എന്താണോ അതിലേക്കാണ് എത്തിക്കുക. ഈ വഴികളിലൊക്കെ ഞാൻ പരിശോധിച്ചപ്പോ അള്ളാഹുവിലേക്ക് മുന്നിടുക, റബ്ബിനോട് അടുക്കുക എന്നതുപോലെ ആ സന്തോഷവും ആഹ്ലാദവും നേടിയെടുക്കുന്ന മറ്റൊരു മാർഗം ഇല്ല. സന്തോഷവും ആഹ്ലാദവുമാണ് വേണ്ടത്. എന്നാൽ റബ്ബിനോടുള്ള ബന്ധം വെച്ച് പുലർത്തുക എന്നതിനേക്കാളും ഈ ഒരു കാര്യം നേടിയെടുക്കാനുള്ള വേറെ മാർഗമില്ല. അവന്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഇതിലാണ് അവർ നേടിയെടുക്കാൻ സാധിക്കുക. അപ്പൊ സഹോദരനെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, മുൻഗാമികൾ രാത്രി ദൈർഘ്യമായി നിസ്കരിച്ചിരുന്നു, ഒരുപാട് നോമ്പ് നോറ്റിരുന്നു, ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു. അങ്ങനെ കുറെ കഥകളും സംഭവങ്ങളും നമ്മളിങ്ങനെ കേൾക്കും, ഞാൻ നിങ്ങളൊക്കെ കേൾക്കും. അപ്പൊ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, എനിക്കും അത് കിട്ടണല്ലോ, എങ്ങനെയാണ് അവർക്ക് ഇതിന് സാധിച്ചത്, ഇത്ര ദൈർഘ്യമായി നിസ്കരിക്കാൻ, ഇത്ര നല്ല ഇബാദത്തുകളിൽ ഇത്രയധികം സമയം മടുപ്പില്ലാതെ ചെലവഴിക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു? അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഈ പറഞ്ഞ ഇബാദത്തുകളിൽ, ഈമാനിൽ, നന്മകളിൽ അവർ ആസ്വാദനം കണ്ടെത്തി എന്നുള്ളതാണ്. മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറയാണ്, ലഅഹ്ലുൽ ലൈലി ഫീ ലൈലിഹിം, രാത്രിയുടെ ആളുകൾക്ക് രാത്രിയിൽ കിട്ടുന്നത് അലദ്ദു മിൻ അഹ്ലിൽ ലഹ്വി ഫീ ലഹ്വിഹിം, വിനോദത്തിന്റെ ആളുകൾക്ക് വിനോദത്തിൽ കിട്ടുന്നതിനേക്കാളും ആസ്വാദകരമായ ആസ്വാദനം രാത്രിയുടെ ആളുകൾക്ക് രാത്രി ലഭിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ഈ ആസ്വാദനം ലഭിക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഒരു ഫിഫ വേൾഡ് കപ്പ് വരുമ്പോൾ നട്ടപ്പാതിരാക്ക് 2 മണിക്കും 1 മണിക്കൊക്കെ വേൾഡ് കപ്പ് ആണെങ്കിലും ഫുട്ബോളിന്റെ ഒരു ഭ്രാന്ത് തലയിൽ കയറിയ ആളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സമയത്ത് അലാരം വെച്ച് നീച്ച് ആ കളി കാണലൊരു ഭയങ്കര ആസ്വാദനമാണ്. അതൊരു ഇടങ്ങാറായിട്ടല്ല ഒരു കാണാൻ, അതൊരു ആസ്വാദനമായിട്ടാണ് കാണാൻ. എന്നാൽ അതേസമയം ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും ഖുർആൻ അതിന് നമുക്ക് പറ്റാറുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് നമ്മൾ ആസ്വാദനമായി നമുക്ക് തോന്നിയിട്ടില്ല, അതാണ് കാരണം. ഇബാദത്ത് ആസ്വാദനമായി മാറിയതാണ് സലഫുകൾക്ക്, മുൻഗാമികൾക്ക്. ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് അവരുടെ ആസ്വാദനമായി, അവർക്കൊരു വിനോദമായി മാറി, അത്രയും അവരുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യമായി മാറി. അപ്പൊ പിന്നെ അവർക്ക് വലിയ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് അവർക്കൊരു ഭാരമല്ല, അവർക്കൊരു സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ഒരു ഇടമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലെ അരിഹ്നാ ബിഹാ യാ ബിലാൽ, ഇഖാമത്ത് കൊടുത്തിട്ട് നമുക്ക് റാഹത്ത് തരൂ ബിലാലെ. എന്താ? ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരത്തിലാണ് എനിക്ക് റാഹത്തുള്ളത്, നിസ്കാരം കഴിയുമ്പോഴല്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ലീ ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന്റെ കുളിർമ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നിസ്കാരത്തിലാണ്. ഈ ഖുർറത്തു ഐൻ, കൺകുളിർമ എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നുള്ളതിനേക്കാളും കുറെ മേലെയുള്ള ഒരു ദർജയാണ്, വളരെ ഉയർന്ന സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ ഒരു തട്ടാണ് കൺകുളിർമ എന്ന് പറഞ്ഞാൽ. ആ ഏറ്റവും ഉയർന്ന ഇഷ്ടം എനിക്ക് കിട്ടിയത് അത് നിസ്കാരത്തിലാണ്. അപ്പൊ അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഇബാദത്തുകൾ മാറുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. അങ്ങനെ മാറിയുള്ള ഗുണം എന്താ? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിന്റെ 97-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വമൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, സ്ത്രീയോ പുരുഷനോ ആകട്ടെ ആരാണെങ്കിലും സാലിഹായ കർമ്മം അവർ ചെയ്യുകയാണെങ്കിൽ വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിരിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവന് വിശിഷ്ടമായൊരു ജീവിതം നാം നൽകും.
അപ്പൊ വിശിഷ്ടമായ ജീവിതമല്ലേ നമുക്ക് വേണ്ടത്? ദുനിയാവിൽ തന്നെ നമുക്ക് വേണ്ട എന്താ? വിശിഷ്ടമായ ജീവിതമാണ്. അത് പടച്ചോൻ തരും. അത് കുറെ പണം ഉണ്ടായതുകൊണ്ടോ കുറെ സമ്പത്തുണ്ടായതുകൊണ്ടോ കുറെ സ്വത്തും മുതലുണ്ടായതുകൊണ്ടോ കിട്ടൂല. അമില സാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ, സൽക്കർമ്മം ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനുള്ളതാണ് വിശിഷ്ടമായ ജീവിതം. അത് സ്വർഗത്തിലെ കാര്യമാണോ ഈ പറയണത്? പരലോകത്തിലെ കാര്യമാണോ ഈ പറയണത്? അല്ല, ഇത് ദുനിയാവിലെ കാര്യമാണ് പറയണത്. ദുനിയാവിലാണ് വിശിഷ്ടമായ ജീവിതം തരും എന്ന് പറഞ്ഞത്. കാരണം തൊട്ട് ശേഷം അല്ലാഹു പരലോകത്തെ കാര്യം പറയുന്നുണ്ട്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നാം പരലോകത്ത് പ്രതിഫലമായി കൊടുക്കുകയും ചെയ്യും. അപ്പൊ പ്രതിഫലമായി ഏറ്റവും നല്ലത് പരലോകത്ത് വേറെ ഉണ്ട്. അപ്പൊ പിന്നെ ഹയാത്തുൻ തയ്യിബ, വിശിഷ്ടമായ ജീവിതം ഇവിടെ? അത് ദുനിയാവിലാണ്. അപ്പൊ ദുനിയാവിൽ വിശിഷ്ടമായ ജീവിതം വേണോ? നമ്മൾ റബ്ബിനോടുള്ള അടുപ്പം, അള്ളാഹുവിനോടുള്ള ബന്ധം, റബ്ബിനെ കുറിച്ചുള്ള അറിവ്, അവനോടുള്ള സ്നേഹം, ഇത് മനസ്സിലേക്ക് ഇറങ്ങി ഇബാദത്തുകളും ആരാധനാകർമ്മങ്ങളും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മനസ്സ് മാറുക എന്നുള്ളതാണ്. ഇത് നമുക്ക് പലർക്കും, എനിക്കും നിങ്ങൾക്കും ഇതിന് സാധിക്കാത്ത എന്താ? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ? എന്റെ ശത്രുക്കൾ എന്നെ എന്ത് ചെയ്യാനാണ്? മാ യസ്നഉ അദാഇ ബി, എന്റെ ശത്രുക്കൾ എന്നെ എന്ത് ചെയ്യാനാണ്? എന്റെ പൂന്തോപ്പുള്ളത്, എന്റെ സ്വർഗമുള്ളത് എന്റെ മനസ്സിലാണ്. എന്റെ കൈകാലുകളെ മുറിച്ചു മാറ്റി മനസ്സിലുള്ള സ്വർഗങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്നെ വധിച്ചു കളഞ്ഞു, എന്റെ മനസ്സിലുള്ള സ്വർഗങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ എവിടെ പോയാലും എന്റെ സ്വർഗം എന്റെ മനസ്സിലുണ്ട്, എന്റെ കൂടെയുണ്ട്, അത് എന്റെ അടുത്ത് നിന്ന് പോകൂല. ഇന്ന ഹബ്സി ഖൽവ, അവർ എന്നെ ജയിലിലടച്ചാൽ അതെനിക്ക് എന്റെ റബ്ബുമായി ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു അവസരമാണ്. വഖത്ലി ഷഹാദ, അവർ എന്നെ വധിച്ചു കളഞ്ഞാൽ അത് രക്തസാക്ഷിത്വമാണ്. വ ഇഖ്റാജി മിൻ ബലദി സിയാഹ, അവർ എന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കിയാൽ അതെനിക്കൊരു ടൂറാണ്, സിയാഹത്താണ്. അപ്പൊ മാനസികമായ അവസ്ഥയിൽ എത്തിയതാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ ചില അവസ്ഥകളുണ്ട്. ലൗ അലിമൽ മുലൂകു അബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി, അല്ലേ? നമ്മളുള്ള ഈ അവസ്ഥ രാജാക്കന്മാരും രാജകുമാരന്മാരും അറിഞ്ഞിരുന്നെങ്കിൽ ലജാലദൂന അലൈഹ ബിസ്സുയൂഫ്, വാളുകൊണ്ട് ആ അവസ്ഥ നേടിയെടുക്കാൻ വേണ്ടി അവർ യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത്ര നല്ലൊരു അവസ്ഥ നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത് അവർക്ക് അറിയാഞ്ഞിട്ടാണ്. ഇത് രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും അറിയാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കും എന്ന് മുൻഗാമികൾ പറഞ്ഞിരുന്നു. ഈ ഒരു അവസ്ഥ നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ ചുരുക്കി ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. ഈ അവസ്ഥ നേടിയെടുക്കാൻ നമ്മൾ എന്ത് വേണം? അതിന് ഒറ്റ വാക്കിൽ ഉത്തരം എന്താന്ന് വെച്ചാൽ ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻഫാലിന്റെ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം ചെയ്യുക. ആ ഉത്തരം ചെയ്താൽ കിട്ടുന്നാരാ പറഞ്ഞു? ഇദാ ദഅാകും ലിമാ യുഹ്യീകും, അതാണ് ഉത്തരം. അവർ നിങ്ങൾക്ക് ജീവിതം നൽകുന്നതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിശിഷ്ടമായ ജീവിതം. വിശിഷ്ടമായ ജീവിതം നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളിലേക്കാണ് അല്ലാഹു റസൂൽ വിളിക്കുന്നത്. അതുകൊണ്ട് ആ വിളി നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യുക. അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ, അവന്റെ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ സമിഅനാ വ അതഅനാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം വിശ്വസിക്കാൻ പഠിപ്പിച്ചാൽ ആമന്നാ വ സദ്ദഖനാ, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സമിഅനാ വ അതഅനാ, അങ്ങനെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെടണം. അല്ലെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും അല്ലാഹു ഖദറിനോട് സമ്പൂർണമായ ക്ഷമയും കുറച്ചുകൂടി ഉയർന്നവരാണെങ്കിൽ സംതൃപ്തിയും വേണം. അടിസ്ഥാനപരമായ വിശ്വാസികൾക്ക് ക്ഷമ ഉണ്ടാവണം. കുറച്ചുകൂടി ഉയർന്ന ഈമാനുള്ളവരാണെങ്കിൽ മുസീബത്തുകളെ തൃപ്തിപ്പെടാൻ കഴിയുന്നുള്ളതാണ്. മുസീബത്തുകളെ തൃപ്തിപ്പെടാൻ കഴിയാം. അല്ലാഹു ഖദറിൽ വരുന്ന മുസീബത്തുകളെ തൃപ്തി, അത് ഈമാന്റെ കുറച്ചുകൂടി ഉയർന്ന ദറജയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. ഈ ഒരു ഈമാനിന്റെ മാധുര്യം നമുക്ക് നുകരണമെങ്കിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയണം. 4 കാര്യം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാൽ ഈ പറഞ്ഞ മാധുര്യം നമുക്ക് നുകരാൻ സാധിക്കും. ഈ പറഞ്ഞ വിശിഷ്ടമായ ജീവിതം നേടിയെടുക്കാൻ പറ്റും. ഇബാദത്തുകൾ ആസ്വദിക്കാൻ നമുക്ക് പറ്റും.
അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഖദ്രി മഹബ്ബതിക തകൂനു ലദ്ദതക. റബ്ബിനോടുള്ള സ്നേഹം എത്ര നമുക്കുണ്ടോ അതിന്റെ തോതനുസരിച്ചാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക, ജീവിതം ആസ്വദിക്കാൻ പറ്റുക, നമ്മുടെ ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റുക. റബ്ബിനോട് എത്ര സ്നേഹം നമുക്കുണ്ടോ അതിന്റെ തോതനുസരിച്ച് നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്താണത് പറയാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങളിലുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം രുചിച്ചു. എന്തൊക്കെയാ 3 കാര്യങ്ങൾ? ഒന്നാമത്തെ എന്താ? അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും അല്ലാത്ത മറ്റെല്ലാറ്റിനേക്കാളും അവർ പ്രിയപ്പെട്ടതാകണം. അല്ലാഹു റസൂലും ആയിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതുണ്ടോ എന്നാൽ ജീവിതം ആസ്വദിക്കാൻ പറ്റും, ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റും. ഇനി ആ ഹദീസിൽ പറഞ്ഞ തൊട്ട് ശേഷം പറഞ്ഞ 2 കാര്യങ്ങളും ഇതിന്റെ പൂർത്തീകരണമാണ്. രണ്ടാമത്തെ കാര്യം എന്താ? അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി മാത്രം ഒരാളെ ഇഷ്ടപ്പെടാൻ സാധിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ നമുക്കുണ്ടാവുക, അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാവുക. ഇതെപ്പോഴാണ്ടാവുക? അള്ളാഹു റസൂൽ ഏറ്റവും പ്രിയപ്പെട്ടതാവുമ്പോഴാണ് ഇത് ഉണ്ടാവുക. ആ സ്നേഹബന്ധത്തിന് മറ്റെല്ലാറ്റിനേക്കാളും വില ഉണ്ടാവുക അപ്പോഴാണ്. മൂന്നാമത്തെ കാര്യം എന്താ? അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. നരകത്തിൽ തീയിലെറിയപ്പെടുന്നത് നമ്മൾ എത്രത്തോളം വെറുക്കും അതുപോലെ അവിശ്വാസത്തെ, തിന്മകളെ വെറുക്കാൻ പറ്റണം. ഇതും റബ്ബിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലും ഏറ്റവും പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ പിന്നെ ആ റബ്ബിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ആസ്വദിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം, നമുക്കത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോ കുടുംബം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി, അല്ലെ? കുടുംബത്തിന് വേണ്ടി പിതാവും ഭാര്യക്കും മക്കൾക്കും വേണ്ടി പിതാവ് ഒരുപാട് കഷ്ടപ്പെടുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഒരാണോ കഴിക്കുന്നത്, ഒരാണോ ഉപയോഗിക്കുന്നത്? ഒരെക്കാളും ഉപയോഗിക്കുന്നത് പോലെ വീട്ടുകാരായിരിക്കും, ഓല ഭാര്യ, ഓല മക്കളും, ഓരോ കുടുംബമായിരിക്കും. അപ്പൊ ഞാൻ കെതിയിട്ട് അധ്വാനിച്ചുണ്ടാക്കി വേർപ്പൊഴുക്കിയ സമ്പത്ത് എന്തിനാ എന്റെ പെണ്ണുങ്ങൾക്കും എന്റെ കുട്ടികൾക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കണം? അവിടെ വർക്ക് ചെയ്യണ ഫാക്ടർ എന്താ? എന്തുകൊണ്ടാണ് ഇതിന് പറ്റുന്നത്? അതിപ്പോ മുസ്ലിമും കാഫിറും വ്യത്യാസം എല്ലാവരും ചെയ്യണ്ടല്ലോ. എന്താ അതിന്റെ കാരണം? അവരോടുള്ള സ്നേഹമാണ് അതിന്റെ കാരണം. ആ സ്നേഹമുണ്ടെങ്കിൽ എന്തും നടക്കും. സ്നേഹം കുറഞ്ഞാൽ പലതും നടക്കൂല. ഇതിനേക്കാളും അത് പ്രകടമാകുന്ന ഉദാഹരണമാണ് കാമുകന്മാർ. കാമുകി ഒരു കാര്യം പറഞ്ഞാൽ കാമുകൻ ആ കാര്യം ചെയ്തു കൊടുക്കുന്ന ആസ്വദിക്കുകയാണ് ചെയ്യുക, ഒരു പ്രയാസമുള്ള രൂപത്തിലല്ല ചെയ്യുക. എന്നോട് പറഞ്ഞോ, എന്നാ അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം, അത് എങ്ങനെ നേടിക്കൊടുക്കണം. എന്തുകൊണ്ടാണ് അതെങ്ങനെയാ മനസ്ഥിതിക്ക് എത്തുന്നത്? അവർ തമ്മിലുള്ള സ്നേഹമാണ് അതിന്റെ കാരണം. ശൈത്താൻ ഉണ്ടാക്കി കൊടുത്ത, ശൈത്താൻ അവർക്കിടയിൽ ഉണ്ടാക്കിയ സ്നേഹബന്ധം, അതാണ് അതിന്റെ കാരണം. അപ്പൊ ഈ സ്നേഹം എവിടെയുണ്ടോ ആ സ്നേഹം മോട്ടീവായി, സ്നേഹത്തിന്റെ പ്രേരകമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു വിശ്വാസി ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റാത്തത്. ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് വേണ്ട പോലെ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നന്മകളിൽ ആസ്വാദനം കണ്ടെത്താൻ സാധിക്കാത്തത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ വല്ലാത്ത മാനസികമായ ഞെരുക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. റബ്ബിനോട് ആത്മാർത്ഥമായ മഹബ്ബത്ത് ഉണ്ടാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടോല്ല നമുക്ക് നമ്മളെ പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് പടച്ചവനെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത്. റബ്ബിനെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി കൊതിച്ചുകണോ? ഞാൻ 5 നേരം നിസ്കരിക്കുന്ന, ഞാൻ ഇബാദത്തുകൾ ചെയ്യുന്ന, ഞാൻ അവന്റെ തൃപ്തിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന, ആഗ്രഹിക്കുന്ന ആ പടച്ചവനെ കാണുന്നൊരു കൊതി നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ആ റബ്ബിനൊന്ന് കാണാനൊരു കൊതി. പടച്ചവനോട് സ്നേഹം ഉണ്ടെങ്കിൽ അതുണ്ടാവും. പടച്ചവനോട് മാത്രമല്ല, നമ്മള് പടച്ചവനോട് മാറ്റി വെച്ചാൽ നമുക്ക് സ്നേഹമുള്ളവരെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഉറപ്പല്ലേ? നമ്മൾ സ്നേഹിക്കുന്നവരെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പിന്നെന്താ പടച്ചവനെ കാണാൻ നമ്മളെ മനസ്സിൽ ആഗ്രഹം വരാത്തത്?
നമ്മളെ മനസ്സിൽ ഇതുവരെ അങ്ങനെ ചിന്ത വരാത്ത എന്തുകൊണ്ടാ? വന്നിട്ടില്ലെങ്കിൽ പടച്ചവനോടുള്ള സ്നേഹം നമ്മൾ നാക്കിലേ ഉള്ളൂ എന്നുള്ളതിന്റെ കാരണം പടച്ച റബ്ബിനെ കാണാൻ ആത്മാർത്ഥമായി കൊതി ഉണ്ടാവുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊതി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു, വഅസ്അലുക ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക്, നിന്റെ മുഖത്തെ കാണുമ്പോഴുള്ള ആസ്വാദനത്തെ റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കണ്ടുമുട്ടാനുള്ള കൊതിയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോ ആ റബ്ബിനോടുള്ള സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇബാദത്തുകൾ ആസ്വദിക്കാൻ, ജീവിതം ആസ്വദിക്കാൻ രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം എന്താ വെച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള തൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ്. പരിപൂർണമായി സംതൃപ്തരാകാൻ നമുക്ക് പറ്റുക. എത്രത്തോളം സംതൃപ്തരാകാൻ നമുക്ക് പറ്റുന്നുണ്ടോ അതിനനുസരിച്ച് റബ്ബിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവരായി, അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവരായി നമുക്ക് മാറാൻ സാധിക്കും. അല്ലെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മൾക്ക് എത്ര വലിയ ഉപദ്രവം ഉണ്ടാക്കിയാലും നമ്മൾ ഇതൊക്കെ സഹിക്കും. അത് സാരല്ല, അത് കുഴപ്പമില്ല എന്ന് പറയും. എന്താ അതിന്റെ കാരണം? നമ്മളെ മക്കൾ പോലും ഒരു പരിധിവരെ അവര് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ സഹിക്കും, നമ്മൾ ക്ഷമിക്കും. എന്താ കാരണം? അവരോട് സ്നേഹമുണ്ട്, അവരോടുള്ള ഇഷ്ടം നമുക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, റബ്ബിൽ നിന്ന് ഉണ്ടാകുന്ന, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഖലാ ഖദറുകൾ അത് ആരുടെ തീരുമാനപ്രകാരം ഉണ്ടാകുന്നതാ? അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഉണ്ടാകുന്നതാണ്. നമ്മോട് സ്നേഹം മാത്രമുള്ള റബ്ബിൽ നിന്ന് ആ റബ്ബിനെ തൃപ്തിപ്പെടാൻ നമുക്ക് പറ്റിയാൽ ഈമാന്റെ രുചി നമുക്ക് അനുഭവിക്കാൻ പറ്റും, ഈമാന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഖ തഅമൽ ഈമാൻ, ഈമാനിന്റെ രുചി അനുഭവിച്ചിരിക്കുന്നു മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ. എപ്പോൾ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിന്റെ ഭാഗമായി, അല്ലാഹുവിന്റെ വിധിയുടെ സൃഷ്ടിപ്പിന്റെ കൈകാര്യത്തിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റിയാൽ അല്ലാഹുവിനെ റബ്ബായി നമ്മൾ തൃപ്തിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടണം. തൃപ്തിയോടുകൂടി ഇസ്ലാമിനെ ജീവിതത്തിൽ കൊണ്ടടക്കാൻ നമുക്ക് പറ്റണം. ഒരു വെറുപ്പുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള മനസ്സോടുകൂടിയല്ല, തൃപ്തിയോടുകൂടി ജീവിതത്തെ, ഇസ്ലാമിന്റെ ജീവിതത്തിൽ പുൽകാൻ നമുക്ക് പറ്റണം. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി, പ്രവാചകനായി തൃപ്തിപ്പെടണം. എങ്ങനെ തൃപ്തിപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അത്രയധികം തൃപ്തിയോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതിനെ താല്പര്യപൂർവ്വം തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു ഇടങ്ങാറോടുകൂടി, പ്രയാസത്തോടു കൂടിയല്ല. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളിൽ തൃപ്തിയുണ്ടെങ്കിൽ ഈമാന്റെ രുചി അവൻ അനുഭവിച്ചു. ഈമാന്റെ രുചി അനുഭവിച്ചാൽ ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റും, ജീവിതം തന്നെ ആസ്വദിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം, ഇനി അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലാ ഖദറിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞൊരു ഹദീസുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നക ലൻ തജിദ തഅമൽ ഈമാൻ, ഈമാനിന്റെ ടേസ്റ്റ് നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ഹത്താ തുഅ്മിന ബിൽ ഖദർ, ഖദറിൽ നീ വിശ്വസിക്കുന്നത് വരെ. വതഅലമ അന്ന മാ അസാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിനക്ക് ജീവിതത്തിൽ ബാധിക്കാതെ പോയ ഒരു കാര്യം അതൊരിക്കലും ബാധിക്കേണ്ടതല്ല. നിനക്ക് ജീവിതത്തിൽ ബാധിച്ചൊരു കാര്യം അതൊരിക്കലും ബാധിക്കാതിരിക്കുകയുമില്ല എന്ന് നീ അറിയുന്നത് വരെ ഒരിക്കലും നിനക്ക് ഈമാന്റെ രുചി അനുഭവിക്കാൻ സാധ്യമല്ല. അപ്പൊ ഈമാന്റെ രുചി അനുഭവിക്കണമെങ്കിൽ ഖലാ ഖദർ എന്നുള്ളത് മനസ്സിലൂടെ ഉറക്കണം. അല്ലെ, വളരെ പ്രയാസകരമായ, ആളുകൾ പലപ്പോഴും ശിർക്കിലേക്കും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും പോകാനുള്ള കാരണം എന്താ? ജീവിതത്തിൽ വലിയ മുസീബത്തുകൾ വരുമ്പോൾ തങ്ങന്മാരടുത്തേക്കും ജാറങ്ങളിലേക്കും മറ്റോടത്തേക്കും മറിച്ചോടത്തേക്കും പോകും. അള്ളാഹുവിന്റെ ഖലാ ഖദർ അവിടെ മനസ്സിൽ ഉറക്കാത്താണ് പ്രശ്നം. വലിയ മുസീബത്തുകൾ ജീവിതത്തിൽ വരുമ്പോ ചില ആളുകൾ പിന്നെ നല്ല സജീവമായി ഉണ്ടായിരുന്ന ആളുകളാണ്, പക്ഷെ ജീവിതത്തിൽ വലിയൊരു കടപ്പണിയിൽ വലിയ പ്രയാസത്തിൽ പെട്ടു. പിന്നെ അവർ ചിലപ്പോൾ പള്ളിയിൽ ഉണ്ടാവില്ല, നല്ല കാര്യങ്ങൾ ഉണ്ടാവില്ല, നല്ല സദസ്സുകൾ ഉണ്ടാവില്ല, ദഅവത്തിൽ ഉണ്ടാവില്ല, വല്ലാണ്ട് പോകും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ പറഞ്ഞ ഖലാ ഖദറിനെ തൃപ്തിപ്പെട്ട് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്.
എൻ്റെ റബ്ബിൽ നിന്ന് എനിക്കുണ്ടായത് നല്ലതിന് മാത്രമാണ് എന്ന ബോധം മനസ്സിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ്. ആ ബോധം മനസ്സിലേക്ക് ഇറങ്ങിയാൽ അല്ലെ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട് ആചരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ സംതൃപ്തിയോടുകൂടി ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കുക, ഇത് മൂന്നും ഉണ്ടായി കഴിഞ്ഞാൽ ഈമാന്റെ ടേസ്റ്റ് അനുഭവിക്കാം. അപ്പോൾ ജീവിതം ആസ്വാദ്യകരമായി മാറും എന്നാണ്. ഇനി എന്ന് മാത്രമല്ല, ഈ സ്നേഹം, സംതൃപ്തി എന്നൊക്കെ പറഞ്ഞ മാനസികമായ കർമ്മങ്ങളാണല്ലോ. ഈ കർമ്മങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത അറിയാം? ഒട്ടുമിക്ക കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളൊക്കെ മരിക്കണോടുകൂടി കഴിയും. മരിച്ചാൽ പിന്നെ നിസ്കരിക്കണോ? പിന്നെ നിസ്കരിക്കേണ്ട ബാധ്യത ഉണ്ടോ? ഇല്ല. സ്വർഗത്തിലെത്തിയാൽ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടോ? ഇല്ല. പക്ഷെ മരിച്ചാലും സ്വർഗത്തിലെത്തിയാലും എത്ര കാലം കഴിഞ്ഞാലും വിശ്വാസിയുടെ കൂടെ ഉണ്ടാകുന്ന രണ്ട് കർമ്മങ്ങളാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹവും റബ്ബിനെ കുറിച്ചുള്ള തൃപ്തിയും. സ്വർഗത്തിലുള്ള ആളുകൾക്ക് അതുണ്ടാവും, ഖബറിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് അതുണ്ടാവും, പരലോകത്തുള്ള വിശ്വാസികൾക്ക് അതുണ്ടാവും. പടച്ചവനോടുള്ള സ്നേഹം ഉണ്ടാവും, പടച്ചവനോടുള്ള തൃപ്തി ഉണ്ടാവും. അത് മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മമാണ്, അമലാണ്. പക്ഷേ മരിച്ചാലും തീരാത്ത നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കർമ്മങ്ങളാണ്, വിശ്വാസിയുടെ കൂടപ്പറപ്പുകളാണ്. റബ്ബിനോടുള്ള സ്നേഹവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സംതൃപ്തിയും. ഇനി മൂന്നാമത്തെ കാര്യം, ജീവിതം ആസ്വദിക്കണമെങ്കിൽ, ഇബാദത്ത് ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മനസ്സ് നന്നാകുമ്പോഴാണല്ലോ, മനസ്സ് സുന്ദരമാകുമ്പോഴാണല്ലോ ഈ പറഞ്ഞ കാര്യമൊക്കെ കിട്ടുക അല്ലെ? ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റലും അതുപോലെ ജീവിതം ആസ്വദിക്കാൻ പറ്റലൊക്കെ. മനസ്സ് എപ്പോഴാ സുന്ദരാവുക? മനസ്സിനെ സുന്ദരമാക്കണമെങ്കിൽ, മനസ്സ് സംശുദ്ധമാകണമെങ്കിൽ അതിന്റെ മുമ്പ് മനസ്സിലുള്ള കേടുകളെ നീക്കം ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളൊരു പാത്രം, അതിൽ നമ്മൾ നല്ലൊരു ബിരിയാണി അതിൽ നിറക്കുന്നതിന് മുമ്പ് നമ്മൾ അത് എന്ത് ചെയ്യണം? അത് കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കി നല്ലൊരു പാത്രത്തിൽ നമ്മൾ ഭക്ഷണം വിളമ്പുള്ളൂ. നമ്മുടെ മനസ്സിനെ ആദ്യം അതിലുള്ള കേടുപാടുകൾ നമ്മൾ ശുദ്ധിയാക്കണം. എന്നിട്ടാണ് അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ റബ്ബിനോടുള്ള സ്നേഹവും തൃപ്തിയും അങ്ങനെയുള്ള പടച്ചവനോടുള്ള പേടിയും ഇതൊക്കെ മനസ്സിൽ ശരിക്ക് നിലകൊള്ളുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ ഫഅലഹുന്ന ഫഖദ് തഅമ തഅമൽ ഈമാൻ. 3 കാര്യങ്ങൾ ചെയ്തവർക്ക് ഈമാനിന്റെ രുചി അനുഭവിക്കാൻ സാധിച്ചു. ഇതൊക്കെ ഈമാന്റെ രുചിയാണ് ഈ പറഞ്ഞതൊക്കെ. ഒന്നാമത്തെ കാര്യം എന്താ? മൻ അബദല്ലാഹ വഹ്ദഹു വഅന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? വഅഅതാ സകാത മാലിഹി തയ്യിബതൻ ബിഹാ നഫ്സുഹു. സംതൃപ്തിയോടുകൂടി സകാത്ത് കൊടുക്കാൻ പറ്റുക. അപ്പൊ നിങ്ങൾ നോക്കി, ഒന്നാമത്തെ കാര്യം പറഞ്ഞ എന്താ? തൗഹീദാണ്. തൗഹീദ് പറഞ്ഞ ശിർക്കിനോട് മായ്ച്ചു കളയണം. പടച്ചവനല്ലാതെ ഒന്നിനോട് നമ്മുടെ മനസ്സ് ബന്ധപ്പെടാൻ പാടില്ല. റബ്ബിനോടല്ലാതെ നമ്മുടെ മനസ്സിലെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പടച്ചവനിലേക്കല്ലാതെ തിരിയാൻ പാടില്ല. റബ്ബല്ലാത്ത ഒന്നിലേക്കും നമ്മുടെ മനസ്സ് തഅല്ലുഖുണ്ടാകാൻ, മനസ്സ് ബന്ധപ്പെടാൻ പാടില്ല. അതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. അതാണ് മനസ്സ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ. സകാത്ത് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? എടങ്ങാറായി കൊടുക്കേണ്ട വെച്ച് കൊടുക്കില്ല. ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു. അത് വളരെ പ്രധാനമാണ്. മനസ്സ് തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെട്ട് കൊടുക്കാൻ പറ്റണം സകാത്ത്. അതെപ്പോഴാണ് കൊടുക്കാൻ പറ്റുക? മനസ്സ് ശുദ്ധാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിൽ ദുനിയാവിനോടുള്ള കൊതിയും മനസ്സിൽ ദുനിയാവിനോടുള്ള ആഗ്രഹവും ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ കൊടുക്കാൻ കഴിയൂല. കൊടുക്കും, എങ്ങനെയെങ്കിലൊക്കെ കൊടുക്കും, മനസ്സ് തൃപ്തിപ്പെട്ട് കൊടുക്കാൻ കഴിയൂല. ദുനിയാവിനോടുള്ള ആർത്തി മനസ്സിനോട് നീക്കണം, അപ്പം മനസ്സ് ശുദ്ധിയാവും. ഹുബ്ബുദ്ദുനിയ മനസ്സിൽ നീങ്ങിയാൽ മനസ്സ് ശുദ്ധിയാവും. ആ മനസ്സ് ശുദ്ധിയായാലേ ഈമാന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ കഴിയുള്ളൂ. മനസ്സ് ശുദ്ധിയാണെന്നുള്ളതിന്റെ അടയാളാണെന്ത്? മനസ്സിൽ ദുനിയാവിനോടുള്ള സ്നേഹം കുടികൊള്ളുന്നില്ല എന്നതിന്റെ അടയാളമാണ് മനസ്സിൽ സകാത്ത് തൃപ്തിപ്പെട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. സകാത്ത് തൃപ്തിപ്പെട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദുനിയാവിനോടുള്ള സ്നേഹം മനസ്സിൽ ഇല്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് അത് പറഞ്ഞത്.
മൂന്നാമത്തെ കാര്യം എന്താ? വസക്കാ നഫ്സഹു, മനസ്സിനെ തസ്കിയത്ത് ചെയ്യണം. മനസ്സിനെ തസ്കിയത്ത് ചെയ്യണം. അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു, വമാ തസ്കിയത്തുൻ നഫ്സ്, എന്താ ഈ മനസ്സിനെ തസ്കിയത്ത് ചെയ്യുക പറഞ്ഞാൽ? നഫ്സിനെ തസ്കിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ യഅലമ അന്നല്ലാഹ അസ്സ വജല്ല മഅഹു ഹൈസു കാൻ, അവൻ എവിടെയാണെങ്കിലും അല്ലാഹു അവന്റെ കൂടെയുണ്ട് എന്നറിയലാണത്. ഒറ്റക്കാകുമ്പോഴും ഇരട്ടക്കാകുമ്പോഴും ആൾക്കാരെ കൂടെയാകുമ്പോഴും വേറെ എവിടെയെങ്കിലും ആകുമ്പോഴും അങ്ങാടിയിലാകുമ്പോഴും എവിടെയാണെങ്കിലും അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്ന ചിന്ത, അതാണ് മനസ്സിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ. ഈ ഹദീസിൽ പറഞ്ഞ 3 കാര്യങ്ങളും മനസ്സ് ശുദ്ധിയാക്കണതിന്റെ ഭാഗമാണ്. ഈമാനും ഈ പറഞ്ഞ ആസ്വാദനങ്ങളും ഹലാവത്തും രുചിയും മനസ്സിൽ നിൽക്കണമെങ്കിൽ ആദ്യം മനസ്സ് ശുദ്ധിയാക്കണം. അതിന് ഒന്നാമത്തെ വേണ്ട ശിർക്കില്ലാതെ തൗഹീദുള്ള മനസ്സാകണം. രണ്ടാമത് വേണ്ടത് ദുനിയാവിനോടുള്ള കൊതി മനസ്സിന് നീങ്ങി കിട്ടണം. അതിനാണ് സക്കാത്ത് തൃപ്തിപ്പെട്ട് കൊടുക്കാറുണ്ട്. മൂന്നാമത്തത് പടച്ച റബ്ബ് എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഏതോ സദാ നിമിഷവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം, പല കാര്യങ്ങളും അല്ലാഹു സത്യം ചെയ്തു പറയും അല്ലേ? വൽ അസ്ർ, കാലത്തെ സത്യം ചെയ്തു പറഞ്ഞു. എന്താ പറഞ്ഞത്? മനുഷ്യൻ നഷ്ടത്തിലാണ്, ഈമാനും സ്വലിഹാത്തും ഇല്ലാത്ത മനുഷ്യന്മാർ നഷ്ടത്തിലാണ്. ചിലയിടത്ത് ഒരു ദൃഷ്ടാന്തം കൊണ്ട് സത്യം ചെയ്യാം, സൂറത്തുൽ അസ്ർ പോലെ. ചിലയിടത്ത് 2-3 ദൃഷ്ടാന്തങ്ങൾ സത്യം ചെയ്തു പറയും. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, 3 ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് സത്യം ചെയ്തു. ചിലയിടത്ത് 2 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യും. അങ്ങനെ പല സ്ഥലത്തും പല ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് റബ്ബ് സത്യം ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ നമ്മോട് പറയും. എന്തിനാ ഒരു കാര്യം സത്യം ചെയ്ത് പറയണത്? സത്യം ചെയ്യാതെ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ റബ്ബ് സത്യം ചെയ്ത് പറയണത്? എന്തിനാ? ആ കാര്യത്തിന്റെ ഗൗരവം വർദ്ധിക്കണമെന്നാണ്. ആ കാര്യത്തിന് ഗൗരവം കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് പടച്ചും സത്യം ചെയ്ത് പറയാം. അപ്പൊ എന്തിനാ ചില സ്ഥലത്ത് സത്യം ചെയ്യണ ദൃഷ്ടാന്തങ്ങളെ എണ്ണം കൂട്ടണം? എന്തിനാ? ചിലടത്ത് 2 കാര്യത്തെ, ചിലടത്ത് 3 കാര്യത്തെ സത്യം ചെയ്ത്, ചില 4 കാര്യത്തെ സത്യം ചെയ്ത്, എന്തിനാ എണ്ണം കൂട്ടുന്നത്? അത്രയും ഗൗരവം ഉണ്ടാകുമ്പോ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ദൃഷ്ടാന്തങ്ങളുടെ എണ്ണവും കൂട്ടും. ആ സത്യം ചെയ്ത കാര്യത്തിന്റെ ഗൗരവം കുറച്ചുകൂടി വലിയതാവും. അങ്ങനെ നമ്മൾ നോക്കണം. ഖുർആനിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് റബ്ബ് പറഞ്ഞ പോയിന്റ് എന്താ അറിയാം? മനസ്സ് നന്നാക്കണതിനെ കുറിച്ചാണ്. 10-11 ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ ആയാത്തുകളെ സത്യം ചെയ്ത് പടച്ചോനെ പറഞ്ഞു. ഏതാ സൂറത്ത്? സൂറത്തു ശംസ്. വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽഅർദി വമാ തഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ. ഇതൊക്കെ സത്യം ചെയ്യാണ്, വേറെ ഒന്നും അവിടെ ഇല്ല. പകല്, രാത്രി, പിന്നെ സൂര്യൻ, ചന്ദ്രൻ, വ്യത്യസ്ത ദൃഷ്ടാന്തങ്ങൾ സത്യം ചെയ്ത് പടച്ചോനെ ശരിപ്പെടുത്തിയത്, മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്, മനുഷ്യന്മാരെ മനസ്സ്, മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ റബ്ബ് സത്യം ചെയ്യാണ്. അത്വലു ഖസമിൻ ഫിൽ ഖുർആൻ, ഖുർആൻ ഏറ്റവും നീളം കൂടിയ സത്യം. ഇതൊക്കെ പറഞ്ഞിട്ട് പടച്ചോൻ എന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആ മനസ്സിനെ ശുദ്ധീകരിച്ചവൻ തസ്കിയത്ത് നടത്തിയവൻ വിജയിച്ചിരിക്കുന്നു. ആ മനസ്സിനെ മോശമാക്കിയവൻ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ ഒരൊറ്റ പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഖുർആനിലെ ഏറ്റവും അധികം ദൃഷ്ടാന്തങ്ങൾ റബ്ബ് സത്യം ചെയ്തത്. അപ്പൊ ആ പോയിന്റിന്റെ ഒരു ഗൗരവം എത്ര! അള്ളാഹു ശുദ്ധമായ മനസ്സിന് ഉടമകളാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിനെ തസ്കിയത്ത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ തസ്കിയത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇബാദത്തുകൾ ആസ്വാദ്യകരമാക്കാൻ നമുക്ക് പറ്റും. എത്ര വലിയ പ്രയാസകരമായ സാഹചര്യങ്ങളോട് ജീവിതം കടന്നു പോകുമ്പോഴും ജീവിതം ആസ്വദിക്കാൻ നമുക്ക് പറ്റും. ആ തസ്കിയത്ത് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തത്. നാലാമത്തെ അവസാനത്തെ കാര്യം,
നാലാമത്തെ കാര്യം അള്ളാഹുവിനോടുള്ള സംതൃപ്തി. അല്ലെ, റബ്ബിനെ കുറിച്ച് മനസ്സ് സംതൃപ്തി നേടണമെങ്കിൽ, ഈമാന്റെ രുചി നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാലാമത് ഉണ്ടാകേണ്ടത് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ദുആ ആണ് വിശ്വാസികളുടെ സമാധാനത്തിന്റെ അഭയകേന്ദ്രം, പടച്ചവനോടുള്ള സംസാരം. അല്ലെ, നമ്മൾ ഈ നേരത്തെ മേലെ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ? റബ്ബിനോടുള്ള സ്നേഹം ഏറ്റവും വലുതാവുക. രണ്ടാമത്തെ കാര്യം എന്താ? റബ്ബിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാവുക. മൂന്നാമത്തെ കാര്യം എന്താ? മനസ്സിനെ ശുദ്ധീകരിക്കുക. ഈ 3 കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മളെ വിചാരണ നടത്തേണ്ടത്. സഹോദരന്മാരെ, നമ്മൾ എത്രത്തോളം പടച്ചവനോട് ചോദിച്ചിരിക്കണം, പടച്ച റബ്ബേ നിന്നോടുള്ള സ്നേഹം എന്റെ മനസ്സിലിട്ട് തരണേ, പടച്ചവനെ നിന്റെ ഖലാ ഖദറിലും നിന്റെ ദീനിലുമുള്ള സംതൃപ്തി എനിക്ക് നീ നൽകണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇതൊക്കെ ചോദിച്ചാണ്. പ്രാർത്ഥന കാണാൻ റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാൻ പറ്റും. ഇമാം തിർമിദി ഉദ്ധരിച്ച, ഇമാം അഹ്മദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക. അല്ലാഹുവേ നിന്നോടുള്ള സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹം, അള്ളാഹിന്റെ ഔലിയാക്കളെ സ്നേഹിക്കാൻ പറ്റിയ ആ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, അതിലേക്ക് എന്നെ അടുപ്പിക്കാൻ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളോടുള്ള സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. നമുക്കിത് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന ഉണ്ടാകണം. രണ്ടാമത് പറഞ്ഞ സംതൃപ്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വഅസ്അലുക റിദാ ബിൽ ഖളാ. അല്ലാഹുവേ ഖളായിൽ നീ സംതൃപ്തി നൽകണമേ, നിന്നിൽ നിന്നുണ്ടാകുന്ന ഖളായിൽ നീ റിദ നൽകണമേ, സംതൃപ്തി നൽകണമേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ കടം നീങ്ങാൻ, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങിത്തരാൻ നമ്മൾ പഠിച്ചിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ കാര്യമായിട്ടുള്ള പ്രാർത്ഥന അധികാരം ദുനിയാവിൽ ഓരോ പ്രശ്നങ്ങൾ നീക്കിത്തരാ എന്നുള്ളതായിരിക്കും. പക്ഷെ പടച്ചവനെ നിന്നിൽ നിന്നുണ്ടാകുന്ന ഖളാവുകളിൽ സംതൃപ്തി പടച്ചവനെ നീ എനിക്ക് നൽകണേ. ഖളാ പ്രയാസകരമാണെങ്കിലും തൃപ്തിപ്പെടാനുള്ള തൗഫീഖ് നൽകണേ എന്ന് പടച്ചവനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഇമാം അഹ്മദ് ബിൻ നസായി ഉദ്ധരിച്ച ഹദീസാണ്. മൂന്നാമത് മനസ്സ് ശുദ്ധിയാക്കാനുള്ള പ്രാർത്ഥന. അല്ലെ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ട്. നമ്മൾ കേട്ട് പരിചയിച്ച പ്രാർത്ഥനയാണ്. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. അല്ലാഹുവേ എൻ്റെ മനസ്സിനെ തഖ്വ നൽകണമേ, നീ അതിനെ സംസ്കരിക്കണമേ, ശുദ്ധീകരിക്കണമേ. നീയാണ് അതിനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ, നീയാണ് അതിന്റെ രക്ഷാധികാരി, അതിനെ കൈകാര്യം ചെയ്യുന്നവൻ. മനസ്സിനെ കൈകാര്യം ചെയ്യുന്നവൻ, അതിന്റെ രക്ഷാധികാരി റബ്ബേ നീയാണ്. അതുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് തരണേ. മനസ്സ് ശുദ്ധീകരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കും, ഇബാദത്തുകൾ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും. ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഒരു ഗുണമാണ് 5ാമത്തെ ഗുണം. എന്താണത് അറിയോ? 5ാമത്തെ ഗുണം അറിവുമായി ബന്ധപ്പെട്ട, റബ്ബുമായി ബന്ധപ്പെട്ട സദസ്സുകളെ ഇഷ്ടപ്പെടാൻ പറ്റും. അതിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. അത് നമുക്കുണ്ടെങ്കിൽ ഈ 4 ഗുണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള വഴിയിലാണ് നമ്മൾ, അത് നേടിയെടുക്കാനുള്ള വഴിയിലാണ് നമ്മൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട്, ലൗലാ സലാസു ഖിലാലിൻ മാ അഹ്ബബ്തുൽ ബഖാ. 3 കാര്യങ്ങൾ ദുനിയാവിലില്ലെങ്കിൽ ദുനിയാവിൽ ഞാൻ ബാക്കിയാകുന്നത് തന്നെ എനിക്ക് ഇഷ്ടമുണ്ടാവുമായിരുന്നില്ല, ദുനിയാവിലുള്ള ജീവൻ തന്നെ എനിക്ക് ഇഷ്ടമുണ്ടാവുമായിരുന്നില്ല. അപ്പൊ ദുനിയാവിലുള്ള ജീവിതം തന്നെ അവർ ഇഷ്ടപ്പെട്ടത് ഈ 3 കാര്യം കൊണ്ടാണെന്ന് അർത്ഥം. എന്താ 3 കാര്യങ്ങൾ? അപ്പൊ നമ്മളെ പരിശോധിക്കുക. ഈ 3 കാര്യങ്ങളിൽ, ഈ 3 കാര്യങ്ങൾ കൊണ്ടാണോ ഞാൻ ദുനിയാവ് ഇഷ്ടപ്പെടുന്നത്?
ഒന്നാമത്തെ കാര്യം എന്താ? സാഅതു ദംഇൽ ഹവാജിർ, റബ്ബിന് വേണ്ടി പട്ടിണി കിടക്കുന്ന പകലുകൾ. ദുനിയാവിന് ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. നോമ്പ് നോൽക്കുന്ന പകലുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കത് ഇഷ്ടമുണ്ടോ? രണ്ടാമത്തെ കാരണം എന്താ? വസ്സുജൂദു ഫിൽ ലൈൽ, സുജൂദ് ചെയ്യുന്ന രാത്രികൾ. ദുനിയാവ് ഇഷ്ടപ്പെടാൻ നമുക്കത് കാരണമായിട്ടുണ്ടോ? മൂന്നാമത്തെ കാരണം എന്താ? വമുജാലസതു അഖ്വാമിൻ യൻതഖൂന ജയ്യിദൽ കലാം കമാ തുൻതഖ അതായിബുസ് സമർ, നല്ല പഴങ്ങൾ നോക്കി പറിച്ചെടുക്കുന്നത് പോലെ. നമ്മൾ മരത്തുമെന്ന് പഴം പറിക്കുമ്പോൾ എങ്ങനെ പറിക്കുക? പഴുത്തണോ പാകമായിട്ടുണ്ടോ എന്നൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറിക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് പറിച്ചെടുക്കുന്ന പഴങ്ങൾ പറിക്കുന്നത് പോലെ സെലക്ട് ചെയ്ത വാക്കുകൾ മാത്രം സംസാരിക്കുന്ന സദസ്സുകൾ. അതേതാ സദസ്സ്? ഏതാ സദസ്സ്? ദീനുമായി ബന്ധപ്പെട്ട, അറിവുമായി ബന്ധപ്പെട്ട സദസ്സാണ്. അങ്ങനെയുള്ള കുറച്ച് ആളുകളെ കൂടെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ദുനിയാവിൽ ബാക്കിയായതിനെ, ദുനിയാവിൽ ജീവിച്ചത് ഇഷ്ടപ്പെടാൻ എനിക്ക് ആകെയുള്ള കാരണം. 3 കാരണങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പരിവർത്തിക്കപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും പ്രയാസവും ഒക്കെ നീങ്ങണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ഖാല അബ്ദുൻ ഖത്തു ഇദാ അസാബഹു അമ്മുൻ ഔ ഹസൻ. ആ പ്രാർത്ഥനയുടെ അർത്ഥം തന്നെ മതി നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ആ പ്രാർത്ഥനയുടെ ഉള്ളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഒരു അടിമക്ക് ടെൻഷനോ പ്രയാസമോ അനുഭവപ്പെട്ടാൽ എന്നിട്ട് അവൻ പറയുകയാണ്, എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക വബ്നു അമതിക ഇബ്നു അമതിക. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാണ് ഞാൻ, നിന്റെ അടിയാത്തിയുടെ മകനാണ് ഞാൻ. നാസിയതി ബിയദിക, എന്റെ നെറുന്തല, നാസിയത്ത് എന്ന് പറഞ്ഞാൽ തലയുടെ ഈ ഭാഗത്തിനാ പറയാം, അത് നിന്റെ കയ്യിലാണ്. മാദിൻ ഫിയ ഹുക്മുക, നിന്റെ വിധിയാണ് എന്നിൽ നടപ്പിൽ വരുന്നത്. അദിലുൻ ഫിയ ഖളാഉക, നിന്റെ വിധി എന്റെ വിഷയത്തിൽ പൂർണ്ണമായ നീതിയുള്ള വിധിയാണ്. നിന്റെ വിധിയൊക്കെ പൂർണ്ണമായി നീതിയുള്ളതാണ്, നീ എന്നോട് അനീതി കാണിച്ചിട്ടില്ല. നിന്റെ വിധി എന്നിൽ നടപ്പിലാവുള്ളൂ. നിന്റെ വിധിയൊക്കെ പൂർണ്ണമായും സമ്പൂർണമായും നീതിപൂർണമാണ്. അതുകൊണ്ട് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിന്റെ എല്ലാ നാമങ്ങളെയും കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, നീ നിനക്ക് പേര് വെച്ച നാമങ്ങൾ. ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ വേദഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ച നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ ചില സൃഷ്ടികളെ നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ. ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അല്ലെങ്കിൽ നിന്റെ അദൃശ്യ ജ്ഞാനത്തിൽ നീ ഒളിപ്പിച്ചു വെച്ച നാമങ്ങൾ. ഈ നാമങ്ങളൊക്കെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദ്യം? എന്താ അറിയോ? എന്താ ചോദ്യം? അൻതജഅൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനിനെ എൻ്റെ മനസ്സിന്റെ വസന്തമാക്കണേ, ഖുർആനിനെ എൻ്റെ മനസ്സിന്റെ വസന്തമാക്കണേ. വനൂറ ബസരി, എൻ്റെ കാഴ്ചയുടെ പ്രകാശമാക്കണേ. വജലാഅ ഹുസ്നി, എൻ്റെ സങ്കടത്തെ ഇല്ലായ്മ ചെയ്യുന്നതാക്കണേ. വദഹാബ ഹമ്മി, എൻ്റെ ടെൻഷനിനെ മാറ്റാനുള്ളതാക്കണേ. അപ്പൊ ഖുർആനിലാണ് ഹൃദയത്തിന്റെ വസന്തം ഉള്ളത്. ഖുർആനിലാണ് ടെൻഷൻ നീങ്ങുക, ഖുർആനിലൂടെയാണ് പ്രയാസം നീങ്ങുക, ഖുർആനിലൂടെയാണ് സങ്കടം നീങ്ങുക, ഖുർആനിലൂടെയാണ് മനസ്സിനും കാഴ്ചക്കും പ്രകാശം ലഭിക്കുക. ഒരു വിശ്വാസിയുടെ സന്തോഷവും ആഹ്ലാദവും മുഴുവനുള്ളത് ഖുർആനിലൂടെ കിട്ടും. പടച്ചോനോട് ചോദിക്കണം, ഇതൊക്കെ ഖുർആനിലൂടെ എനിക്ക് നീ തരണം റബ്ബേ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അറിവിനോടുള്ള സ്നേഹം, അറിവിന്റെ സദസ്സിനോടുള്ള സ്നേഹം. ഈ അറിവിന്റെ സദസ്സിൽ പോകുമ്പോഴാണ് ഇതൊക്കെ കിട്ടുക, ഖുർആനൊക്കെ പഠിക്കുക, ഖുർആനിലെ ആശയങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? എന്താ ഗുണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു, അവന്റെ ടെൻഷൻ പടച്ചോൻ നീക്കി കളയും. വഅബ്ദലഹു മകാന ഹുസ്നിഹി ഫറഹ, അവന്റെ സങ്കടത്തിന്റെ സ്ഥാനത്ത് അവൻ ആഹ്ലാദം അല്ലാഹു നൽകുന്നതാണ്. സങ്കടത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു ആഹ്ലാദം നൽകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ പ്രകാരം പറഞ്ഞ വാഗ്ദാനാണ്. എങ്കിൽ സഹോദരന്മാരെ, ഈ പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ഉണ്ട്. പടച്ചവനുള്ള പൂർണ്ണമായ തൃപ്തിയും റബ്ബിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ മനസ്സിന്റെ ശുദ്ധീകരണവും ഖുർആനിലൂടെ
അറിവിലൂടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതും അതിൽ ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂടെ, അവന്റെ ഔലിയാക്കളുടെ കൂടെ ആ ഗണത്തിലേക്ക് അവരെ പോലെ ജീവിച്ച് അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്താൻ ജീവിതവും ഇബാദത്തുകളും ആസ്വദിച്ച് ചെയ്യാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കുമെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും തിന്മകൾക്കുമിടയിൽ, അള്ളാഹുവിനുള്ള അനുസരണക്കേടിനുമിടയിൽ മറയാകുന്ന രൂപത്തിലുള്ള അള്ളാഹുവിനോടുള്ള ഭയഭക്തി, ഖശിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മളെ എത്തിക്കുന്ന തരത്തിലുള്ള ആരാധനാകർമ്മങ്ങൾ, റബ്ബിനോടുള്ള അനുസരണം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലെ എല്ലാ മുസീബത്തുകളും നിസാരമായി മാറാനുതകുന്ന രൂപത്തിലുള്ള യഖീൻ പടച്ച റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടുമൊക്കെ ജീവിക്കുന്ന കാലം അത്രയും ഈ ജീവിതം ആസ്വദിക്കുവാൻ, നന്മകളിലൂടെ ആസ്വദിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ദുൽമ ചെയ്യുന്ന, വിശ്വാസികളെ പ്രയാസപ്പെടുത്തുന്ന, പീഡിപ്പിക്കുന്ന ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഒക്കെയുള്ള അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ മെനയുന്ന ഇസ്ലാമിന്റെ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾക്ക് അർഹമായ ശിക്ഷ ഇഹലോകത്ത് വെച്ച് തന്നെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്കെതിരെ പണിയെടുക്കുന്ന ആളുകൾക്കെതിരെ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാത്തരം മുസീബത്തുകളിൽ നിന്നും നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മുസീബത്തുകൾ ഒരു നിലക്കും അള്ളാഹു നമ്മുടെ ദീനിൽ ആക്കാതിരിക്കുമാറാകട്ടെ. ദുനിയാവിനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിന്തയായി കൊണ്ടു നടക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അറിവിന്റെ പ്രധാന ഭാഗവും ദുനിയാവുമായി ബന്ധപ്പെട്ടതാകുന്ന ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാരുണ്യം ചെയ്യാത്ത ആളുകളെ നമുക്ക് മേൽ അധികാരമേൽപ്പിക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.